ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. നമസ്കാരം. പുതിയൊരു ദിവസമാണ്. സൗണ്ടൊന്നുമില്ല. സൗണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴും കുറഞ്ഞു വരികയാണ്. ഇപ്പം സമയം 6 മണി. ഫാരിസിൻ്റെ നാട്ടിൽ ഇപ്പോഴാണ് സൂര്യൻ വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോവാണ്. സൂര്യനല്ല, വണ്ടി ഓണാണ്, ഫാരിസ് ഓണാണ്, അയാൻ ഓണാണ്, പിന്നെ ഹാഷർ, അതുപോലെ ഹനാൻ റിയറി ബിഹൈൻഡ് ദ ക്യാമറ ഓണാണ്. AC റോഡിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ആയിട്ട് പറഞ്ഞു, AC റോഡിൽ നല്ല സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ AC റോഡ് പോയി സൺറൈസ് കാണുന്നു. നമ്മൾ തിരിച്ചു വരുന്നു. ശ്രീരാജ് വരുന്നില്ല. അവൻ ഇന്നലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറിയിട്ട് ഭയങ്കര ടയർഡായി. അവന് വേണ്ടി കിടന്നുറങ്ങിയത്. നമുക്ക് പോകാലേ. ഓഹോ, അടുത്ത 5 മിനിറ്റ്. അപ്പോൾ വിടാം. ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ നമ്പർ തരാം. നമ്പർ ഒന്ന് ചോദിച്ചോ. പറഞ്ഞോ. അങ്ങനെയുണ്ടെങ്കിൽ 400 രൂപയ്ക്കാണെങ്കിലും മണിക്കൂർ പോവാം. അതെയോ? നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചു ഇന്നലെ കയറുന്നപ്പം അപ്പുറം ഒരു സ്ഥലം ഉണ്ടല്ലോ, നേരെ അങ്ങോട്ട് പോകുമ്പം അവിടെ പൈസയും കൊടുക്കണ്ട. അവിടെ വണ്ടി ഇടാൻ സ്ഥലമുണ്ട്. അതെയോ? ഓക്കെ. നമ്മളിപ്പോ ആലപ്പുഴ ടെർമിനൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ ജീവിക്കുന്ന, ഇവിടെ താമസിക്കുന്ന ഫാരിസിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഒരു നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാട് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? ഇതിപ്പോ നമ്മുടെ ഇവന്റെ നാട് ഇവനെ കാണിച്ചു കൊടുക്കണം. അയ്യോ, നിന്റെ നാട് എനിക്ക് കാണാം. കണ്ണൂർന്ന് വന്ന ഞാൻ. ഷർട്ട് പൊളിയാണേ. ഐ അപ്രീഷിയേറ്റ്. പക്ഷെ എന്റെ അടിപൊളി. ഇതും വൈബ്സ് കൊണ്ടാ. എടാ ഇതൊക്കെ പഴയത്, നമ്മളെ പഴയ മറിച്ച്. ഇത് സെക്കൻഡ്. ഇത് വൈബ്സുണ്ടല്ല. അത് കാണുമ്പോ ആ ക്വാളിറ്റിയിൽ വ്യത്യാസം മനസ്സിലാവും. ദിസ് ഇസ് നോട്ട് ഇറ്റ്. അവിടെ വരെ പോയിട്ട് നടന്നു പോകണം അവർ പറഞ്ഞത്. അപ്പൊ സൺറൈസ് സണ്ണും റൈസും പോയി. സൂര്യൻ വന്നോ? എടാ വിളിച്ച് മുക്കിടായന. അതുപോലത്തെ തോണി നമുക്ക് കുഴപ്പമാ. തോണി അല്ല പോട്ട് അല്ലേ? നല്ല ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് എടാ ഇതിൽ കയറട്ടെ. എന്നാലേ ഇവിടുന്ന് ചാടി കയറാൻ പാടില്ല. അങ്ങോട്ട് അതിന്റെ കൂടെ പോണം. നിനക്ക് നീന്താറില്ലേ? ക്യാമറ ചാടുമ്പോ നീയും ചാടി. ക്യാമറമാൻ കൂടെ ചാടണല്ലേ? ചേട്ടാ നമ്മളെ കൊണ്ടുപോകില്ല അങ്ങോട്ട്. ഏട്ടാ അങ്ങനെ തുള്ളിയാലും അതിന്റെ എക്കോമേഷന്റെ ഞാൻ ആഗ്രഹിച്ച ആലപ്പുഴ ഹൗസ് ബോട്ട് എന്നല്ല, ഇതാണ് പച്ചപ്പും ഹരിതാപനും. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. നിന്ന് പൂസ ഇരുന്ന സൈഡാണ് ഇപ്പൊ ചെരിഞ്ഞിട്ടില്ലത്. അതിനെന്താ ഇപ്പൊ ഫോൺ എടുത്തില്ല. എൻജോയ് ദ ബ്യൂട്ടി. ഗൂഗിൾ പേ ഉണ്ട്. ഐ വിൽ സെറ്റ് അപ്പ്. ഇത് തുഴയുമല്ലേ? മോട്ടറൊന്നുമില്ല. മോട്ടറാണോ? മോട്ടറാണ്. ചോദിച്ചല്ലോ. ഇവിടെ നല്ല കാണാൻ രസമുള്ള സ്ഥലം വേറെ ഉണ്ടോ? അവിടെ പോയാലോ? അടിയുടെ നിന്ന കുഴപ്പമുണ്ടോ? ഇരിക്കണോ? നല്ല ആളാ. നിനക്ക് നീന്താൻ അറിയില്ലേ? അപ്പൊ പിന്നെ എന്താ പേടി? നീന്താൻ അറിയാം. പക്ഷെ നമ്മള് വൈബ് സോൺ വെള്ളത്തിലും അടിപൊളി ക്വാളിറ്റി. നീ ആഗ്രഹിച്ചതല്ലേ? സൂര്യൻ ഇങ്ങനെ അല്ലേ? ഇതൊക്കെയാണ് ശരിക്കും ബ്യൂട്ടി. നമ്മുടെ നാടിന്റെ ബ്യൂട്ടി. നമ്മുടെ നാടിന്റെ ബ്യൂട്ടി. ഓ മൈ ഗോഡ്, ദിസ് ഫ്രെയിം. സൺസെറ്റും സൺറൈസും വരുന്നുണ്ട് നൈസായിട്ട്. We are having photo shoot here. എന്താ മൂടറാ? നൈസ് അല്ലേ? എങ്ങനെ ഓടിക്കുന്നേ? അപ്പൊ പിടിച്ചാ മതിയാ? എത്ര അമേരിക്ക ഉണ്ട്, എത്ര പൈസ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട് അല്ലേ? സന്തോഷം. പിന്നെ പാരീസിലുള്ളവര് അറിയാണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. കൈ തട്ടി ഒന്ന് പോകുന്നു വെള്ളത്തില്. നോക്കടാ വിഷ്വൽ ബ്യൂട്ടി. ആഗ്രഹിച്ച എനിക്കൊരു എനിക്ക് ജസ്റ്റ് ഫുള്ള് ഹാപ്പിനെസ് കിട്ടി. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലേ? നാട്ടിൽ തന്നെ നിൽക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മളിപ്പം പുറത്തെല്ലാം പോയി നിന്നിട്ട് ഇത് വന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഫീല് വേറെ. അല്ലല്ല, ഇവൻ എത്ര വർഷം നാട്ടിൽ വന്നിട്ട്? അപ്പൊ ഇത് കാണുമ്പോൾ എനിക്കൊരു ഫുൾഫിൽമെന്റ് ഇല്ല. പക്ഷെ ദുബായ് അങ്ങനെ അല്ലാന്ന് തോന്നുന്നു. അമേരിക്ക പോലെ അല്ലാന്ന് തോന്നുന്നു. കുറെ മലയാളീസ് ഒക്കെ ഇല്ലേ? നല്ല വീണ്ടല്ലോ ഏട്ടാ വലിക്കട്ടാ പൊട്ടണ. നിങ്ങൾ അങ്ങോട്ട് പോന്നു.
ഒരു സോഷ്യൽ ലൈഫില്ലാത്തൊരു കളി കളിച്ചപ്പോ റേറ്റിംഗ് ഔട്ട് ഓഫ് 10 വാട്ട് കുഡ് ബി ബെറ്റർ വാട്ട് കുഡ് ബി ബെറ്റർ ക്ലീൻ ആവുന്ന ദാറ്റ്സ് പാർട്ട് ഓഫ് ഇന്ത്യ തള്ളാൻ പാടില്ല. ഇല്ല ഞാൻ പറഞ്ഞു ബ്യൂട്ടി വൈസ് പക്ക വേസ്റ്റ് ഓൾ ഓഫ് ദാറ്റ് സ്റ്റഫ് അല്ല ഓടിയും കൂടി ഉണ്ടായിരുന്നു. മൂഡ് സ്പീഡ് ബോട്ട് എത്തി. ഡ്രിഫ്റ്റ് ഇതൊക്കെ ഒറ്റ മൈൻഡാണ് പോയി. ഓക്കെ അല്ലേ? ഏതാ മൈൻഡ്? ഇയാൾക്ക് ഒരു വിഷമായി അത്. പങ്കായം കൊണ്ട് കപ്പലുണ്ടാക്കി രണ്ടാളായിട്ട് പോയി. സെറ്റാണ്. അവരാദ്യം വരാൻ അവർ പേടിച്ചിട്ട് വരാണ്ടിരുന്നു. പേടി ആലപ്പുഴ വരുവാണെങ്കിൽ കോണ്ടാക്ട് വൈബ്. അവർക്കറിയില്ലല്ലോ നമ്മൾ അമേരിക്ക. ചേട്ടാ ഒരു എക്സ്ട്രാ അമ്മക്ക് ഉണ്ടാവും. ബാക്കിൽ ഇപ്പൊ കരയും. എങ്ങനെയുണ്ടായിരുന്നു സാധനം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാ. സൂപ്പറാ. തിരിഞ്ഞു നോക്കി. വൈറ്റ് കില്ലർ ആയത് കുണുങ്ങി വരുന്നുണ്ട്. ബാക്കിൽ നിന്ന് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നടാ? സൂപ്പർ. ഇത് നമ്മളാ മറ്റേ പഴംപൊരിയും ബീഫും കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കുറച്ചൊരു പിന്നെ ഇൻവേർട്ടർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഓക്കെ വന്നില്ലേ? ഇപ്പൊ ഫസ്റ്റത്തെ ഒരു സാധനം പോയില്ലേ? ഇപ്പൊ ഫ്ലോ ഇങ്ങനെ വന്ന് കഴിയുമ്പോലെ ഞാനെല്ലാം ആദ്യം കാണാൻ നോർമലോ ഇതൊന്നുമില്ല. പിന്നെ ഒരു ഞാൻ പ്ലാൻ ചെയ്ത് ചിരിക്കുകയും ചെയ്യും. ഇന്ന ടൈമിങ്ങിൽ ഇവർ ഇങ്ങനെ പറയാം ചിരിക്കണം. ഇതുപോലത്തെ ഹൗസ് ബോട്ടായി സാധനം പറയുന്നുണ്ട്. ഏത് പഴയ ഇവന്റെ അല്ലേ? അതങ്ങനെയാടാ. സുഹൃത്തുക്കളെ എന്ത് അടിപൊളിയാട്ടോ ചെക്കൻ. അടിപൊളിയാട്ടാ. ചിത്രനല്ല എന്റെ മോനെടാ 3 വർഷം എന്തോ ഇത് പോയിട്ട്. അതൊക്കെ കാണുമ്പം സല്യൂട്ട് അടിക്കുന്നു. ആ സത്യം. വന്നൊരു റിട്ടയർഡ് ഫാമിലി. മൂന്നാമത്തെ റൗണ്ട് ഇതാ വരുന്നു. ഇത് മൊത്തം പോടാ പറഞ്ഞല്ലോ സാധനം ഷർട്ട് ഇവര് ഫുള്ള് തന്നിട്ടാ. അത് നോക്കണം. അതുകൊണ്ടാണ് ആദ്യമേ കയറണം എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം ID പിന്നെ പരിപാടിയൊക്കെ പറഞ്ഞിടത്തേക്ക് പ്രമോദ് പ്രസാദ് ഗൈസ് അവിടുന്ന് ഇറങ്ങി. എല്ലാരും ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? ഇനിയിപ്പോ നമുക്ക് ഹൗസ് ബോട്ടും കൂടി ഉണ്ട്. അത് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈബ് ആയിരിക്കും. അത് 1 മണിക്കൂർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഡേ ഒന്നുമില്ല. ഫുൾ ഡേ ഒക്കെ ഹൗസ് ബോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചട്ടപ്പാവും. അതുകൊണ്ട് 1 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. അത് 9:30 അതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും പോയി കഴിക്കുന്നു, തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാഷറിനെ കൊണ്ട് ഇറക്കുന്നു. അല്ല പിന്നെ പാരിസിനെ കൊണ്ട് ഇറക്കുന്നു. നമ്മൾ മൂന്നാർ പോകുന്നു. ഇതാ ശ്രീഹരിയാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. അവൻ 3 വട്ടം പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവൻ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇതുവരെ ഓക്കെയാണ്. എല്ലാം സ്മൂത്ത് ആയിട്ട് അവൻ ഓടിക്കുന്നുണ്ട് കേട്ടാ. സൂം ചെയ്തേ കയ്യല്ല വിറക്കുന്നുണ്ട്. ഗിയറാണ് എന്ത് കയ്യാ? ഇവരെ പണ്ട് വണ്ടി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ബ്ലോഗ്. അത് ഓട്ടോമാറ്റിക്. വീടിപ്പോ നല്ല സ്പേസ് ഉണ്ടല്ലോ.
ഇവര് നമ്മളെ പ്ലാൻ ചെയ്തല്ലോ. ഇവര് നമ്മളെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇംഗ്ലീഷ് ആട്ടാ. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ബ്യൂട്ടി പഴംപൊരിയും ബീഫും കഴിക്കാം. എടാ ശരിക്കൂലേ ആലപ്പുഴ എന്നെല്ലാം പറയുമ്പോ എന്താ കഴിക്കണ്ട് ശരിക്കും ഒരു ഊണും നല്ല കരിമീൻ പൊരിച്ചതും അല്ലേ അച്ഛനെ? അതൊരു മൂടായിരിക്കും. നല്ല കരിമീന് ചെമ്മീൻ വറുത്ത് ഓ റോസ്റ്റ് കൂന്തന്റെ റോസ്റ്റ് ഇതെല്ലാം ഒരു ചട്ടിയിലിട്ട് കഴിക്കൂല നമ്മ. നമ്മൾ ഫുഡ് വാങ്ങുന്നു, പുറത്ത് വരുന്നു, കഴിക്കുന്നു. അവിടെ പിടിച്ചോണ്ടിരിക്കും കഴിച്ചു വരുന്നവരെ. നീ അങ്ങനെ പിടിച്ചോണ്ട് കേട്ടോ. ഇതാരാ ബീഫ് കഴിക്കും? ഇതാരാണ് ആക്ച്വലി കണ്ടുപിടിച്ചത്? ഏത് ദിലീപ്? നമ്മള് സിനിമ നടന്ന അവന്റെ മുന്നേ എത്ര ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. ജെനുവൻ ഗായ്. ഇങ്ങനെ കറിയിലെടുക്കാം. ശരിക്കും ബീഫ് എടുക്കണം, ചൂടിലോട്ട് എടുക്കണം. അല്ലേ? ഓണസ്റ്റ്ലി പൊറോട്ടയും അല്ല പിന്നെ പഴംപൊരിയും ഇതും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? ടേസ്റ്റ് വൈസ് ഓക്കെ. കറി വലിങ്ങനെ രസമില്ല. അത് പഴംപൊരി ചൂടില്ലാത്തോണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടാം. ഒരു സാധനം ഹൈപ്പിന് പുറത്ത് വന്നിട്ടേ അതെ. എല്ലാവരും നല്ലത് പേഴ്സണൽ പ്രിഫറൻസ്. പഴംപൊരി അടിപൊളി ടേസ്റ്റ് ഉണ്ട്, ബീഫും ടേസ്റ്റ് ഉണ്ട്. അതിന്റെ മിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ഇവന് ഇഷ്ടപ്പെട്ടു. ഹൈപ്പിനില്ല സാധനമില്ല. നോർമൽ. ഇപ്പൊ തിരിച്ചു വന്ന് കഴിക്കാനുള്ള ഒരു മൂടൊന്നുമില്ല. പക്ഷെ ഓരോട്ടം പഴംപൊരി ഒന്നും ചൂടില്ലല്ലോ. അത് ചിലപ്പം കുറച്ചും കൂടി ബെറ്റർ ആകും. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്തു. അതാണ് അറ്റംപ്റ്റിലാണ് കാര്യം. നമ്മളിപ്പോ ഇനി ഒരു ലൈമ് കുടിക്കാൻ വന്നിട്ടല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ റിസോർട്ട് പോകും. ശ്രീരാജിനെ മിസ് ചെയ്യുന്നില്ലേ? അവരിപ്പോ അവിടെ കാണുമ്പോ ഇല്ലെങ്കിലോ ഓനാരും കൊണ്ട് അല്ലല്ല തിരിച്ചുകൊണ്ടുവെക്കും. ഉറപ്പല്ലേ? ഇത് സാധനം അറിയാണ്ട് എടുത്തു പോയതാണ്. സോറി. ഇവന് കരിക്ക് കുടിക്കണം എന്നല്ല പൂതി ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം നമ്മുടെ വണ്ടി അത്ര നാടില്ലേ. ഇപ്പൊ പ്രശ്നം ബ്ലോക്ക് ആവില്ല. ബ്ലോക്ക് ആവില്ല. കാരണം ആ വണ്ടികൾ നീങ്ങണമെങ്കിൽ മറ്റേ വണ്ടി ബാക്കിലോട്ട് പോകണം. ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഇങ്ങോട്ട് വരാം. ബ്ലോക്ക് അർജന്റീനയുടെ കാണിച്ചു കൊടുക്കണം. സുഹൃത്തുക്കളെ അത് ഞാൻ കളിയാക്കി പറഞ്ഞ കേട്ടോ, ഒരു സന്തോഷത്തിൽ പറഞ്ഞ. പിന്നെ റിസോർട്ടിലെത്തി. ശ്രീരാജ് നല്ല ഉറക്കം. പുട്ട് വേണ്ടേ? അപ്പോ നല്ല പുട്ട് കടലക്കറി എല്ലാം അവിടെ എടുത്തു വെക്കുന്നുണ്ട്. അതൊക്കെ അവന് കൈവേനല്ലായിട്ട് കിടക്കാൻ. നിന്റെ പുട്ടും കൊണ്ട് ഞാൻ കഴിച്ചോളാം, സീനില്ല. പിന്നെ ഗൈസ് വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഒരു ഗുഡ് ന്യൂസിന്റെ ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫയൽസ്, ഫോർച്യൂണറിന്റെ ഫയൽസ് അവർ റിക്കവർ ആക്കി എന്ന് പറഞ്ഞു. പക്ഷെ അത് ഫുള്ളായിട്ട് പ്ലേ ആവുന്നില്ല. ഓൾമോസ്റ്റ് തിരിച്ച് കിട്ടാറായി. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്ളോഗായിരിക്കും നിങ്ങൾ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇൻട്രോ ഒക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണ്, പക്ഷെ ഞാൻ ക്ലിയർ ആക്കി തരും. എങ്ങനെയുണ്ട്? നല്ല പുട്ടും കടലയും. നമ്മൾ എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് വിശപ്പില്ല, പക്ഷെ എന്നാലും നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നൈസ് സ്പോട്ടാണ് ഇവിടെ. സോഫയൊക്കെ കഴിക്കാം. അവിടെ ചായ എങ്ങനെയുണ്ട്? ശരിക്കും നമുക്ക് ചായ ഒന്നും ആരും വെച്ചിട്ടില്ല. നമുക്ക് വേറെ സ്ഥലത്ത് കുടിക്കാം. നമുക്ക് അല്ലെങ്കിലും ആയിരിക്കും എന്നെ ഇഷ്ടമല്ല. പാർട്ട് സേഫ്ലി. നമ്മളെ ബോട്ടിന്റെ പേരെന്താണ്? ആള് പേരാ ശ്രീലക്ഷ്മൺ. ഇവനെന്തോ ഇന്നലെ ആ സൈഡിൽ നേരെ വഴുതി പോയി. അപ്പൊ കൈയാടെ പോയി അടിച്ച അതിന്റെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു ഏരിയ പൊട്ടിയിട്ടുണ്ട്. നിന്റെ ഷോൾഡർ അടിച്ചിട്ട്. ചെയ്യണ്ടേ എത്ര? 100 ഗൂഗിൾ പേ ഉണ്ടോ?
ടീലസ് വണ്ടി ഓടിച്ച് ശീലമായി പോയില്ലടാ. ഞാൻ ഇല്ല കേട്ടോ, നിങ്ങൾ പോട്ടെ. ഇവൻ കാരവാൻ ക്രൂസ് ആണ് നമ്മളെ ബോട്ട്. എടാ ഇവൻ കേറുന്നില്ല. ഇവൻ കേറിയിട്ട് ഇവൻ ബോട്ട് കയറി കഴിഞ്ഞാൽ ഇവനെ എവിടെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഇവനെ നമ്മൾ എടുത്ത് ലോക്ക് ചെയ്യും. ഹൗസ് ബോട്ടിലാണുള്ളത്. പിന്നെ ഇപ്പോൾ ചെറിയ മീറ്റിംഗ് കഴിഞ്ഞു. നമ്മളെ ബ്രാൻഡിൻ്റെയും അക്കാഡമിൻ്റെ ഒക്കെ ഒരു മീറ്റിംഗ്, അടുത്തൊരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ. എല്ലാവരും ഓക്കെയാണ്. കുറച്ചേരം എല്ലാവരും കിടന്നുറങ്ങി. നല്ല രസം. നീയാ ഹെവി ഉറക്കം പോകാൻ കിട്ടില്ല ഉറക്കം. നമ്മളിപ്പം തിരിച്ചെത്താനായിട്ട് ആക്ച്വലി ഇതില് ഹൗസ് ബോട്ട് ഒക്കെ അറിയാലോ. ഏത് കുറച്ച് നേരം നിന്നു, പിന്നെ ഒന്ന് കറങ്ങി അടിച്ച് സോഫയിൽ നല്ല ഉറക്കം ഇറങ്ങി. ഇവൻ കുറച്ചേരം ഉറങ്ങിട്ടോ അല്ലേ. സോഫ വരെ ഉറങ്ങാൻ നല്ല അല്ലേ, നല്ല കംഫർട്ടബിൾ. ഞാനവിടെ കിടന്നതും നല്ല കാറ്റും നല്ല മണവും അതിൻ്റെ ഉള്ളിൽ. നല്ല മണം. സ്പീക്കറിൽ ആരാ പാട്ടിട്ടുണ്ട്, നല്ല പാട്ടും പാട്ടിട്ടുണ്ട്. ഇതാണ് എന്റെ സെറ്റപ്പ്. ഹൗസ് ബോട്ട് നമ്മൾ കണ്ടിട്ടില്ല ചുറ്റും. കാണിക്കാന്ന് വെച്ചാ പിന്നെ നല്ല ഉറക്കപ്പിച്ചായിട്ട് ഞാൻ കിടന്നുറങ്ങി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഹൗസ് ബോട്ട് കാണുമ്പോൾ മറ്റേ പുള്ളിപ്പുലികളും ആട്ടുകുട്ടികളാണ് ഓർമ്മ വരുന്നത്. ആ സിനിമയിലാണ് ഹൗസ് ബോട്ട് കൂടുതലായിട്ടുള്ളത്. ഷവറൊക്കെ ഉണ്ട്. രണ്ടും ഒരേപോലത്തെ റൂമല്ല അല്ലേ. 6 റൂമുണ്ട്. ഇവനെന്തോ ആടുന്ന് ഇപ്പൊ ഡ്രസ്സ് മാറി. അത് ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞു അത് ഇടല്ലാന്ന്. ഇത് ഞാൻ ഇടും. നമ്മളതില് പിന്നെ ഫേക്ക് സാധനങ്ങളില്ല. ഒരു വാല് പോലെ. അടുത്ത റൂം ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവല്ലോ. മാസ്റ്റർ ബെഡ്റൂം ഞാൻ നോക്കിയായിരുന്നു. മാസ്റ്റർ ബെഡ്റൂം ഇത് ഡോണിന്റെ. ഇതാണ് ഡോണിന്റെ റൂം. നമ്മള് പാർക്ക് ചെയ്തു. പാർക്കലായി പാർക്ക് ചെയ്യലായി എന്നാ പറഞ്ഞേ. പാർക്കലായി അങ്ങനെ പറഞ്ഞു. നമുക്ക് ഉണ്ടാകാൻ വേണ്ടി അല്ലേ. കേട്ടാ അവിടെ പണി കഴിഞ്ഞ എടാ അത് എടുത്തിട്ടോ. അല്ല എന്തിനാ പോയെന്ന് ബ്രോ എന്താ പേര്? അനൂപ്. ബിസിനസ് ടോക്സ് പ്ലസ് എന്റർടൈൻമെന്റ് പ്ലസ് സ്ലീപ്പ്. ഇനിയെന്താ മൂഡ്? ഇനി മൂഡ് ഫാരിസിന്റെ വീട്. അതെയാ. നമ്മളിപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാണ്. വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ പാക്കിംഗ് ഓൾ സെറ്റായി. ഫാരിസെല്ലാം നോക്കി കണ്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നത് നോക്കി കണ്ട് നിന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വിന്റർ ഫീൽ എൻ്റെ അമ്മയെ ഫാമിലിയായിട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. സേഫ് പ്ലേസ് ആണ്, നൈസ് പ്ലേസ് ആണ്, നൈസ് ആംബിയൻസ്. സ്വിമ്മിംഗ് പൂള് ഒച്ചയടക്ക് ഫാരിസ് ആക്കുന്ന ഒരു ഒച്ച അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. അവൻ പിന്നെ നമ്മുടെ കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഓക്കെയാണ് കേട്ടോ. വന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. കോൺടാക്ട് ഡിസ്ക്രിപ്ഷൻ. ഗൈസ് നമ്മൾ ഫാരിസിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഫാരിസ് നമ്മുടെ കൂടെ വരും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവൻ്റെ എക്സാം ഡേറ്റ് മാറ്റി നാളത്തേക്കാക്കി. 2 എക്സാമാണ് നാളെ. അപ്പോൾ അവന് പണി കിട്ടി. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്തു. സെറ്റായി. ഫാരിസ് മോനെ സെറ്റാണല്ലോ. ആലപ്പുഴ നമ്മൾ പൊളിച്ചു. ആ താങ്ക് യു. പിന്നെ ഫുഡൊക്കെ ആക്കി തന്നേട്ടാ. നല്ല ഫുഡ്. ആ പേര് പറ. റാമി ഐഫ ഓക്കെ ഡൺ. ഓക്കെ അല്ലേ? വേറെ ശ്രീരാഗ്. അയ്യേ കട്ടക്കട. ഈ ഗ്രൂപ്പിനെ കൂടി കാണിക്കുന്നു. ലമീനാണ്. നമ്മളൊക്കെ നമുക്ക് സന്തോഷം അത് ശരി കേട്ടാ. നമുക്ക് നീ എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ. ഇവൻ ഇവിടുന്ന് ഇംഗ്ലീഷിൽ എന്തെല്ലോ പറഞ്ഞു. ഇംഗ്ലീഷ് കുറച്ച് ഡിക്ഷണറി വായിച്ചു. അതാണ് എന്തോ നിന്നെ ഫുള്ള് ഇട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വായിക്കും ഞാൻ. നിന്നെ ഫുള്ള് ഇട്ട് അത് കട്ടാക്കും.
പോട്ടെ ബൈ ഫോട്ടോ ബൈ ബൈ ബോയ്യാ ബോയ് പോട്ടെ ഇവൻ അങ്ങനെ ചിരിച്ചാൽ ഇവന്റെ ആയുസ് ഇവന്റെ എക്സാം ഡേറ്റ് നാളത്തേക്ക് മാറ്റാൻ പറ്റുമോ എങ്ങനെ ഇവിടുന്ന് ബസ് ഇട്ട് വിടായിരുന്നു ഇവന് എക്സാം ഇല്ല എന്തോ ആലോചിക്കുന്നുണ്ട് വലുതായിട്ട് പറയാൻ നാട്ടിൽ തന്നെ വരയൂടാ എന്തുകൊണ്ട് ടെൻഷനാ ഇതുണ്ട് നമുക്ക് അതുകൊണ്ട് മേടിച്ചില്ലേ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ഗൈസ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എടാ ഒന്നുമില്ല ആലപ്പുഴയിൽ നിന്ന് മൂന്നാറെത്തി റിസോർട്ടിലെത്തി വ്യൂ ഇരുട്ടായോണ്ടൊന്നും കാണുന്നില്ല താഴോട്ട് നോക്ക് സ്വിമ്മിംഗ് പൂള് കാണാം ബ്രൈറ്റ് ആൻഡ് വൈറ്റ് അപ്പം ലോങ് ഡ്രൈവ് ആയിരുന്നു ലോങ് ഡ്രൈവ് എന്ന് വെച്ചാൽ 5 മണിക്കൂറിൻ്റെ ഓട്ടമായിരുന്നു നല്ല ടയർഡായിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനുണ്ടൊരു സുഖം കുളിച്ച് തണുത്ത് പിന്നെ ആയിട്ട് പൊളിച്ചാണ് രാവിലെ ഇവിടുന്ന് തന്നെ കാണണോ നമ്മൾ പുറത്ത് എവിടെയും പോകണ്ടോന്ന് നമ്മൾ തീരുമാനിക്കുന്നു മിഷപ്പള്ളി മലയിൽ മഞ്ഞ് വീണ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല ഞാനും ഇവരെ കേട്ടിട്ടുണ്ടോ? കണ്ടു പല്ലി ആർക്കോ വേണ്ടിട്ട് ഗൈസ് അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇന്നലത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ മറന്നു. അതിന്റെ എക്സ്ട്രാ നമ്മൾ വേറെ എടുക്കണം. ഗൈസ് വേറെ നിങ്ങൾക്ക് പറയാനില്ല, നല്ല ടയർഡാണ്, നല്ല തണുപ്പുണ്ട്. നാളെ രാവിലെ വീണ്ടും ഫ്രഷ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു റൂം കാണിച്ചു. This is beautiful room, guys. രണ്ടാൾ ഇവിടെ കിടക്കും, ഒരാൾ ഇവിടെ ഹാസൻ എന്തോ പറയുന്നുണ്ട്. ഹാസനെ കൊച്ചു ടി വി വെക്കാനാണ് കുറെ നേരമായി. അതെ കണക്റ്റഡ് റൂമാന്ന് പറഞ്ഞത്. ഓ നമ്മളവിടെ അവിടുന്ന് തുടങ്ങും. അല്ലാണ്ട് കാര്യമൊന്നുമില്ലേ? അപ്പൊ നമ്മൾ കൊട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെ അങ്ങ് കയറാം. ശ്രീരാജ് ഒരുമിച്ച് കിടക്കണേ, കൊട്ടാണ് കയറാൻ പാടില്ല. അത് മനസ്സിലായില്ല. ഓ, നീ ഭാഷയെ കുറിച്ച് സംസാരിക്കരുത്. നീ ഇടയ്ക്ക് ഇതിന്റെ നടുവില് ഞാനാ, ഡോർ അടവില്ല. അതിന്റെ നടുവില് ശ്രീരാജാണെങ്കിൽ പിന്നെയും നീ വിഷമുണ്ടാക്കി. ഇവനല്ലേ ഇപ്പൊ അപ്പുറം കണ്ടത്. രാത്രിയാണല്ല, ഇരുട്ടുണ്ട്. രാവിലെ ആയിട്ടാണ് നിങ്ങൾ ആ ബ്യൂട്ടി കാണേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വേറെ നല്ല ടയർഡാണ്, എനിക്ക് എന്നെ സംസാരിക്കാൻ പ്രാണിയില്ല. അതുകൊണ്ട് എനിക്ക് ഫുള്ള് കട്ടാവും. അതങ്ങനെയൊക്കെ ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്. പ്രാണിയോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫാമിലിന്റെ ഭാഗമാ, നമ്മുടെ വൈബിന്റെ ഭാഗമാ. അല്ല ഒന്നും പറയണ്ട. കിങ് ഫ്രൈ എന്താണ്? ചിക്കൻ ഫ്രൈ എന്താണ്? അത് പറയണ്ട. നമസ്കാരം, ശ്രീരാജ്. ധോണി. നിങ്ങൊന്നും പറയണ്ട. ഇവര് സന്തോഷം മാത്രം. ഓക്കെ, സ്നേഹം മാത്രം. നാളെ കാണാം. എനിക്ക് കൊച്ചു ടി വി